എല്ലാവർക്കും നമസ്കാരം. ഇക്കണോം ടൈംസിലെ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കീശയെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏപ്രിൽ 1 എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമുക്ക് ഓർമ്മ വരുന്നത് മണ്ടന്മാരുടെ ദിനമാണ് എന്നതാണ്. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ ഏപ്രിൽ 1 അങ്ങനെയല്ല. അത് നമ്മുടെ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമാണ്. ഇത്തവണ അതായത് 2026 ഏപ്രിൽ 1 വലിയ ചില മാറ്റങ്ങളാണ് വരുന്നത്. പലരും വിചാരിക്കുന്നത് ഇത്തവണ ടാക്സ് സ്ലാബുകളിൽ വലിയ മാറ്റം വരുമെന്നാണ്. എന്നാൽ സത്യം അതല്ല. സ്ലാബുകൾ പഴയപടി തന്നെ തുടരും. പക്ഷെ കളിയുടെ നിയമങ്ങൾ മാറിയിട്ടുണ്ട്. പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 നിലവിൽ വരികയാണ്. 1961 ആ പഴയ നിയമത്തിന് പകരം കുറച്ചുകൂടി ലളിതമായ പുതിയ നിയമം. ഇത് നിങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കും, ആർക്കൊക്കെ ലാഭമുണ്ടാകും, ആരുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം പോകും, നമുക്ക് വളരെ ലളിതമായി തന്നെ ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊരു ശമ്പളക്കാരനാണെങ്കിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട. ടാക്സ് റേറ്റുകളിൽ മാറ്റമില്ല. പക്ഷേ നിങ്ങളൊരു ഷെയർ മാർക്കറ്റ് ട്രേഡറോ വിദേശ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഡിവിഡൻഡ് വരുമാനം ഉള്ളവരോ ആണ് എങ്കിൽ ഈ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ITR ഫയൽ ചെയ്യുന്ന ഡേറ്റുകളിലാണ്. സാധാരണ ജൂലൈ 31 നമ്മൾ ITR ഫയൽ ചെയ്യാനുള്ള അവസാന തീയതിയായി കാണുന്നത്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്കും പ്രൊഫഷണലുകൾക്കും അതായത് ITR 3ഉം 4ഉം ഫയൽ ചെയ്യുന്നവർക്ക് ഒരു മാസത്തെ അധിക സമയം ഇനി കിട്ടും. ആഗസ്റ്റ് 31 വരെ അവർക്ക് സമയമുണ്ടാകും. പക്ഷേ ശമ്പളക്കാരുടെ കാര്യത്തിൽ മാറ്റമില്ല. അവർ ജൂലൈ 31 തന്നെ ഫയൽ ചെയ്യണം. ഇതിലൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ റിട്ടേണിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ മാർച്ച് 31 വരെ സമയം കിട്ടും. പക്ഷേ ഡിസംബർ 31 കഴിഞ്ഞാണ് തിരുത്തുന്നതെങ്കിൽ ചെറിയൊരു ഫീസ് നൽകേണ്ടി വരും. അതുകൊണ്ട് പണി നേരത്തെ തീർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തത് ഷെയർ മാർക്കറ്റിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. F&O ട്രേഡിംഗ് അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് ഇനി ചെലവ് കൂടും. സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അല്ലെങ്കിൽ STT ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇക്വിറ്റി ഫ്യൂച്ചേഴ്സിന് 0.02% നിന്ന് 0.05%, ഓപ്ഷൻസിന് 0.1% നിന്ന് 0.15% ഇത് കൂടി. ചെറിയ ലാഭത്തിന് വേണ്ടി ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ ടാക്സ് വർധനവ് വലിയൊരു തിരിച്ചടിയാണ്. ഓരോ ട്രേഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന പണം കൂടുമെന്ന് ചുരുക്കം. മറ്റൊരു പ്രധാന മാറ്റം ബൈബാക്കുകളുടെ കാര്യത്തിലാണ്. കമ്പനികൾ ഓഹരികൾ തിരിച്ചു വാങ്ങുമ്പോൾ കിട്ടുന്ന പണം ഇനി മുതൽ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കുക. ഇത് സാധാരണ നിക്ഷേപകർക്ക് ഒരു പരിധിവരെ ലാഭകരമാണ്. കാരണം ഡിവിഡൻഡ് ടാക്സിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ടാക്സ് അടച്ചാൽ മതിയാകും. എന്നാൽ കമ്പനി പ്രൊമോട്ടർമാർക്ക് ഇതിൽ വലിയ നികുതി വരുന്നുണ്ട്. പ്രൊമോട്ടർമാർ ടാക്സ് വെട്ടിക്കാൻ ബൈബാക്ക് ഉപയോഗിക്കുന്നത് തടയാനാണ് സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഡിവിഡൻഡ് വരുമാനമുള്ളവർക്ക് ഒരു മോശം വാർത്തയുണ്ട്. മുമ്പ് ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എടുത്ത ലോണിന്റെ പലിശ ഡിവിഡൻഡ് വരുമാനത്തിൽ നിന്ന് കുറച്ചു കാണിക്കാമായിരുന്നു. പരമാവധി 20% വരെ ഇങ്ങനെ കുറയ്ക്കാമായിരുന്നു. എന്നാൽ ഏപ്രിൽ 1 മുതൽ ഈ ആനുകൂല്യം ഉണ്ടാകില്ല. കിട്ടുന്ന ഡിവിഡൻഡ് മുഴുവനായി ടാക്സ് സ്ലാബ് അനുസരിച്ച് ടാക്സ് നൽകേണ്ടി വരും. ഇനി വിദേശ യാത്രകളെ കുറിച്ചും വിദേശത്തെ പഠനത്തെക്കുറിച്ചും പറയാം. ഇവിടെ വലിയൊരു ആശ്വാസമുണ്ട്. വിദേശത്തേക്ക് പണം അയക്കുമ്പോഴോ ടൂർ പാക്കേജുകൾ ബുക്ക് ചെയ്യുമ്പോഴോ ഉള്ള TDS നിരക്കുകളിൽ മാറ്റം വരുത്തി. മുമ്പ് 5%, 20% ഒക്കെ ആയിരുന്ന സങ്കീർണമായ നിരക്കുകൾ മാറ്റി. ഇപ്പോൾ ലളിതമായ 2% TDS എന്ന രീതിയിലേക്ക് സർക്കാർ വന്നിട്ടുണ്ട്. വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പണം അയക്കുന്ന മാതാപിതാക്കൾക്കും ചികിത്സയ്ക്ക് പണം അയക്കുന്നവർക്കും ഇത് വലിയ ആശ്വാസമാണ്. കയ്യിൽ നിന്ന് ആദ്യം പോകുന്ന വലിയൊരു തുക ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ മദ്യം, സ്ക്രാപ്പ്, കൽക്കരി തുടങ്ങിയ ബിസിനസ് ചെയ്യുന്നവർക്കും TDS നിരക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മദ്യത്തിന് TDS 1% നിന്ന് 2% വർദ്ധിപ്പിച്ചു. സ്ക്രാപ്പിനും മിനറൽസിനും നിരക്ക് കൂട്ടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ നികുതി സ്ലാബുകൾ മാറിയില്ലെങ്കിലും നമ്മൾ പണം ചിലവാക്കുന്ന രീതിയിലും നിക്ഷേപിക്കുന്ന രീതിയിലും ഈ ചെറിയ മാറ്റങ്ങൾ വലിയ സ്വാധീനം ചെലുത്തും. ട്രേഡർമാർ തങ്ങളുടെ ലാഭക്കണക്കുകൾ ഒന്നുകൂടി പരിശോധിക്കണം. വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ ഈ പുതിയ TDS നിരക്കുകൾ കണക്കിലെടുക്കണം. പുതിയ ഇൻകം ടാക്സ് ആക്ട് വരുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കാനാണെന്നാണ് സർക്കാർ പറയുന്നത്. അതിന്റെ ഗുണം വരും വർഷങ്ങളിൽ നമുക്ക് മനസ്സിലാകും. ഏപ്രിൽ 1 മുമ്പ് തന്നെ നിങ്ങളുടെ ടാക്സ് പ്ലാനിംഗ് കൃത്യമായി ചെയ്യുക. നിങ്ങളുടെ CAയുമായോ സാമ്പത്തിക വിദഗ്ധരുമായോ ഈ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഇത്തരം കൃത്യമായ വിവരങ്ങൾ നേരത്തെ അറിയുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. സാമ്പത്തിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ഇക്കണോം ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപങ്ങൾക്കും നികുതി സംബന്ധമായ കാര്യങ്ങൾക്കും കൃത്യമായി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുക. നന്ദി.